നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ ഭാരത് ബന്ദ് പൊളിഞ്ഞു. എന്നാൽ കേരളത്തിൽ ബന്ദ് ഗുണ്ടായിസം അരങ്ങേറുകയാണ്. സർക്കാർ സ്പോൺസേഡ് കേരള ബന്ദാണ് കേരളത്തിൽ അരങ്ങ് തകർക്കുന്നത്. ഇന്ന് രാവിലെ ഒരു ഇടതുപക്ഷ നേതാവ് എന്നെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം ഒരു ചോദ്യം എനിക്ക് നേരെ എറിഞ്ഞു. ഇന്നത്തെ ബന്ദ് എന്തിനു വേണ്ടിയാണ്? കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരാണ് ഇന്നത്തെ ബന്ദെന്ന് ഞാൻ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, എന്ത് തൊഴിലാളി വിരുദ്ധ നയം? തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏകദേശം 250ഓളം നിയമങ്ങൾ പരിഷ്കരിച്ച് 4 ലേബർ കോഡുകൾ കൊണ്ടുവന്നിരുന്നു കേന്ദ്ര സർക്കാർ. ഈ ലേബർ കോഡുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അന്നു മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ സ്തംഭിപ്പിക്കുമെന്ന് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ വികസിക്കണമെങ്കിൽ ഇന്ത്യയുടെ വ്യാവസായിക രംഗം ഉയരണം. ചൈനയുമായി വലിയ യുദ്ധാന്തരീക്ഷമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിൽ. അതുകൊണ്ട് തന്നെ തൊഴിൽ സമീപനത്തിലും മാറ്റം വരണമെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ രാജ്യത്ത് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമായും രാജ്യത്ത് തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെന്നൈയും മുംബൈയുമൊക്കെ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. ഡൽഹിയിലും മറ്റ് മെട്രോ നഗരങ്ങളിലുമൊക്കെ സാധാരണ ജനജീവിതം തുടരുന്നു. ബന്ദ് സാരമായി ബാധിച്ചത് കേരളമെന്ന സംസ്ഥാനത്തെ മാത്രം. അല്പമെങ്കിലും പിന്നീട് ബാധിച്ചത് പശ്ചിമ ബംഗാളിൽ. പണിമുടക്കിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്ക് പോലും ഈ പണിമുടക്ക് എന്തിനു വേണ്ടിയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. എൻ്റെ സുഹൃത്ത് ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഞാൻ പലരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അവരോടൊക്കെ ഇതേ ചോദ്യം ഞാൻ തിരികെ ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്? എന്നാൽ അവരുടെയൊന്നും ഉത്തരത്തിൽ വ്യക്തതയില്ല. 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ 24 മണിക്കൂർ പൊതു പണിമുടക്കാണ് ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം 25 കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേരുമെന്നൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ 25 കോടി പോയിട്ട് 2 കോടി പോലും പണിമുടക്കിൽ പങ്കുചേരുന്നില്ല. സംസ്ഥാനത്ത് KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. കടകൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നു. കടകൾ അടച്ചിട്ടിരിക്കുന്നത് സമരക്കാരെ ഭയപ്പെട്ടാണ്. എന്തിനാണ് വല്ല കല്ലേറിലും സംഘർഷത്തിലും പെട്ട് കടയിലുള്ള സാധനങ്ങൾ കൂടി നഷ്ടപ്പെടുന്നത്? സ്വകാര്യ വാഹനങ്ങൾ സംസ്ഥാനത്തോടുന്നു. അഖിലേന്ത്യാ പണിമുടക്കിൽ KSRTCയുടെ ജീവനക്കാർ പങ്കെടുക്കില്ല എന്ന് KSRTC മന്ത്രി ഗണേഷ് കുമാർ ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രിയുടെ വാക്കുകേട്ട് നിരത്തിലിറങ്ങിയ പൊതുജനം വിഡ്ഢികളാകുന്ന കാഴ്ച. രാജ്യത്തെ റെയിൽ ഗതാഗതത്തെ യാതൊരു വിധത്തിലും ഈ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലും സാധാരണ നിലയിലുള്ള ജനജീവിതം തന്നെയാകുമെന്ന് കരുതി ഇവിടെ എത്തിയ യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ വലയുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. ഡയസ്നോൺ പ്രഖ്യാപിച്ചതുകൊണ്ട് KSRTC ഡിപ്പോകളിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. എന്നാൽ സർവീസുകൾ ഉണ്ടായിരിക്കില്ല എന്നവർ ജനങ്ങളോട് പറയുന്നു. കൊച്ചിയിലും തൃശ്ശൂരിലും KSRTC സർവീസ് നടത്താൻ തുടങ്ങിയ KSRTC ബസ്സുകൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. കേരളത്തിൽ മാത്രമാണ് ബലം പ്രയോഗിച്ചുള്ള ഇത്തരം ഗുണ്ടായിസം. ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ മെട്രോ നഗരങ്ങളെ യാതൊരു വിധത്തിലും ഈ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. ഇവിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഇത്തരമൊരു പണിമുടക്കിനെ കുറിച്ച് പോലും ജനങ്ങൾക്കറിയില്ല. ഡൽഹിയിൽ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും പ്രതിഷേധ സമരങ്ങളുമൊക്കെ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ജനങ്ങളുടെ സഹകരണം വലിയ തോതിൽ കുറവാണ് ഡൽഹിയിൽ. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെ 4 വ്യത്യസ്ത കോഡുകളായി തിരിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരായാണ് ഈ സമരമെന്ന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ വിശദീകരിക്കുന്നു. എന്നാൽ തൊഴിലാളി വിരുദ്ധമെന്ന് അവർ പറയുന്ന 4 തൊഴിൽ കോഡുകളെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാകുന്നത് എന്ന് ട്രേഡ് യൂണിയനുകൾക്ക് അണികൾക്ക് മുൻപിൽ വിശദീകരിക്കാനും കഴിയുന്നില്ല. വിവിധ ട്രേഡ് യൂണിയനുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമൂഹ മാധ്യമ പേജുകളിലൂടെ ഞാൻ ഇന്ന് കണ്ണോടിച്ചു. എന്നാൽ ഈ കോഡുകൾ എന്തുകൊണ്ട് തൊഴിലാളി വിരുദ്ധമാകുന്നുവെന്ന് അവർ വിശദീകരിക്കുന്നില്ല. കേരളത്തിൽ മാത്രമാണ് പണിമുടക്ക് അനുകൂലികൾ സർവീസ് നടത്താൻ തയ്യാറായ KSRTC ബസ്സുകൾ വരെ വഴിയിൽ തടഞ്ഞിടുന്നത്. പശ്ചിമ ബംഗാളിലും പണിമുടക്ക് ശക്തമാണ്. എന്നാൽ നിർബന്ധബുദ്ധിയ കടകളടയ്ക്കാനോ സർവീസുകൾ തടയാനോ അവർ ശ്രമിക്കുന്നില്ല. ദേശീയ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. എങ്കിലും സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമരത്തിനെതിരെ. സ്വന്തം ഗതാഗത വകുപ്പ് മന്ത്രിയെ വീണ്ടും പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ CPM നേതാക്കൾ.
എന്നാൽ ഇതുവഴി ജനം നട്ടം തിരിയുന്നുവെന്ന പച്ചപ്പരമാർത്ഥം ഈ നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. പഴയ കാലത്തല്ല ആധുനിക തലമുറ ജീവിക്കുന്നത്. പഴയതുപോലെ ആളുകളെ ഭയപ്പെടുത്തിയും പീഡിപ്പിച്ചുമൊക്കെ ബന്ദ് ആഘോഷിക്കാൻ ഇത് ജനങ്ങൾ അനുവദിക്കില്ല. ഇടതുപക്ഷ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് ആഹ്വാനം ചെയ്ത ഈ പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ കേരള ബന്ധായി മാറിയിരിക്കുന്നു. ബസ് ഓടിക്കാൻ ജീവനക്കാരെ അനുവദിക്കില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതും LDF സർക്കാരിലെ ഒരു മന്ത്രി KSRTC ബസ്സുകൾ സാധാരണ നിലയിൽ സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ഒരു LDF നേതാക്കൾ ബസ് തടയും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. കേരളത്തിൽ സമരം നോക്കി നിൽക്കുകയാണ് പോലീസ്. പല സ്ഥലങ്ങളിലും പോലീസ് നോക്കുകുത്തികളായി മാറി. ഇന്നലത്തെ സ്വകാര്യ ബസ് പണിമുടക്കും കേരളത്തിലെ യാത്രക്കാരെ ബാധിച്ചിരുന്നു. ഇന്ത്യയിൽ ബിസിനസ് എളുപ്പമാക്കുന്നതിന്റെ പേരിൽ തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തിയെന്നാണ് ട്രേഡ് യൂണിയനുകൾ ആരോപിക്കുന്നത്. കൂട്ടായ വിലപേശലിനെ അടിച്ചമർത്തുന്ന നയപരിപാടികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. തൊഴിൽ സാഹചര്യങ്ങൾ ഇത് വഷളാക്കിയത്രേ. രാജ്യത്തെമ്പാടുമുള്ള കർഷകരും ഗ്രാമീണ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേരുമെന്നൊക്കെ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കർഷകരോ മറ്റ് ഗ്രാമീണ തൊഴിലാളികളോ ഈ പണിമുടക്കുമായി സഹകരിച്ചില്ല. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വർദ്ധിക്കുന്നുവെന്നാണ് ഈ തൊഴിൽ സമരത്തിനിറങ്ങിയവരുടെ ഒരു ആരോപണം. എന്നാൽ ഇതിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരൊറ്റ രേഖയും അവരുടെ പക്കലില്ല. ഇപ്പോൾ നടക്കുന്ന ഈ ഭാരത പണിമുടക്ക് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പരിശോധിക്കണം. 4 ലേബർ കോഡുകൾ നിർത്തലാക്കുക, തൊഴിലാളികൾക്ക് യൂണിയൻ രൂപീകരിക്കാനും പണിമുടക്കാനുമുള്ള അവകാശം പുനഃസ്ഥാപിക്കുക, യൂണിയൻ രൂപീകരിക്കാനും പണിമുടക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി ഒരു ദേശീയ പണിമുടക്ക്. എന്ത് വികൃതമാണ് അവരുടെ ആവശ്യങ്ങൾ. തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കാനാണ് കേന്ദ്ര സർക്കാർ നിലവിലുള്ള 29 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി അവ 4 ലേബർ കോഡുകളിൽ ഉൾച്ചേർത്തത്. ഇന്ത്യയിൽ ഒരു വ്യാവസായിക സൗഹൃദാന്തരീക്ഷം വളർത്തിയെടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ അതിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ദേശീയ പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ ബന്ധു മാത്രം ഇന്ത്യയിൽ ഒരു വിചിത്ര വാർത്തയുമാകുന്നു. മറുവശത്ത് ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട അംഗങ്ങൾക്ക് പോലും എന്തിനാണ് തങ്ങൾ പണിമുടക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.